പിന്നെ ഇപ്പോൾ കള്ളുകൂടിയിൽ പെട്ടെങ്കിലും ഞാൻ തിരുത്തി വരും കേട്ടോ ഉറപ്പായിട്ട്. ഒരു പാട്ട് പാടിയത് കാരണം ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താല്ലേ? പറഞ്ഞു വരുന്നത് നമ്മുടെ വിൽസൺ ചേട്ടനെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമി എന്ന പാട്ട് പാടി വൈറലായ വിൽസൺ ചേട്ടനെ. തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ഗ്രാമത്തിലുള്ള ആളാണ് ഈ വിൽസൺ ചേട്ടൻ. ആ വൈറൽ സംഭവത്തിനെ പറ്റി ആ ചേട്ടൻ പറയുന്നത് പഞ്ചായത്ത് ഓഫീസിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സൈമൺ എന്ന് പറഞ്ഞൊരു മെമ്പറിനെ കണ്ടിട്ട് ഒരു 50 രൂപ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു ക്ലർക്കായിട്ടുള്ള ഒരു ലേഡി വിൽസൺ ചേട്ടൻ പാട്ട് പാടുമെന്ന് അറിഞ്ഞിട്ട് അയ്യപ്പസ്വാമിയുടെ ഒരു പാട്ട് പാടാനൊക്കെ പറയുന്നതും അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പോൾ പെട്ടെന്ന് വന്നതും ഈ സാമവേദം എന്നുള്ള ആ പാട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം വൈറലായത്. അതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം 50 രൂപ ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത്. ആ 50 രൂപ എന്തിനു വേണ്ടിയാണ് ചോദിച്ചതെന്നുള്ളതാണ് ഏറ്റവും രസകരം. അത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 50 രൂപ ചോദിച്ചതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ ആ ഒരു പാട്ടിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മുടെ വിൽസൺ ചേട്ടന് ഇരിക്കാൻ സമയമില്ല. ചാനലുകളുടെ ഇന്റർവ്യൂകൾ, പ്രോഗ്രാമുകൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അതുപോലെ ഏറ്റവും പുതിയതായിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ പാടാൻ വരെ അവസരം വന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്, അക്കാര്യം പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മളേറെ നമുക്കെല്ലാം സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ മദ്യപാനം അതാണ് ഇദ്ദേഹത്തിനെ താഴോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇദ്ദേഹം കുറച്ചാൾ പാട്ട് പഠിച്ചതാണ്, പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ആ കഴിവെല്ലാം ഇല്ലാതാക്കിയത് മദ്യപാനമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ടിലൂടെ എന്തെങ്കിലുമായി തീരണമെന്ന് അദ്ദേഹം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇനി ആ മദ്യപാനത്തിലേക്ക് പോകില്ല, അതിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനായിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരും എന്നാണ് അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം ഒന്നുമല്ലാതെ മദ്യപിച്ച് നശിച്ച് പോകേണ്ടിയിരുന്ന ഒരാളെ ആ ഒരു പാട്ട് എവിടെ എത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്തിനാണ് സത്യം പറഞ്ഞ ആ പഞ്ചായത്ത് ഓഫീസിൽ പോയത്? ഒരു 50 രൂപ മേടിക്കാൻ പോയതാ. എന്തിനായിരുന്നു 50 രൂപ? കള്ളു കുടിക്കാൻ വേണ്ടി 50 രൂപ ചോദിക്കാൻ പോയതാണ്. അപ്പൊ അവിടെയുള്ള മെമ്പർമാർ പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ അത് പഠിച്ചപ്പോ നന്നായി പഠിച്ചു. അതാണ്ടായത് മനസ്സിൽ. അത് കാരണം പിന്നെ ഇപ്പൊ കള്ളുകൂടിയിൽ പെട്ടെങ്കിലും ഞാൻ തിരുത്തി വരും കേട്ടോ ഉറപ്പായിട്ട്. സത്യം ചെയ്യണം, ചേട്ടൻ തിരിച്ചു വരും. അമൃത ടിവി ചേട്ടനോടൊപ്പം ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു 10 ദിവസം പോയിട്ട് അവിടെ ഒരു ലഹരിയുടെ ഇതുള്ള സ്ഥലം അവിടെ പോയിട്ട് കിടക്കാൻ പോവാ. എന്തായാലും നല്ല കാര്യം തന്നെ. അയ്യപ്പസ്വാമി അദ്ദേഹം വിശ്വസിക്കുന്ന ഈശ്വരനാണെങ്കിലും ഏത് ദൈവങ്ങളാണെങ്കിലും അവരുടെ എല്ലാം അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അദ്ദേഹം മനസ്സിലാഗ്രഹിക്കുന്ന പോലെ തന്നെ മദ്യപാനത്തിൽ നിന്നൊക്കെ മോചിതനായിട്ട് പാട്ടിൽ അദ്ദേഹം ഉന്നതങ്ങളിലെത്തട്ടെ.